ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും സന്തോഷവും അതിലേറെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും ഇനി നമുക്ക് സമയം കുറേ നേരമായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊട്ടും താമസിപ്പിക്കേണ്ട. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡയറക്ടറായാലും അതുപോലെ മീനാക്ഷി, അതുപോലെ നമ്മുടെ സൗമ്യ അടക്കമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും ജീവിതത്തിലെ അസുലഭമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സ് ജേണിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരെ മേരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങ് സമാരംഭിക്കുകയാണ്. സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പം പയ്യൻ്റെ ജീവിതയാത്രയാണ്. അവനൊരു ഗ്രാമത്തിലേക്ക് വരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന അവൻ്റെ തിക്താനുഭവങ്ങളും, അവനൊരു IPS എടുക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നു. അവിടെ ഉണ്ടാകുന്ന തിക്താനുഭവം കൊണ്ട് അവന് അടിപതറുകയാണ്. ആ സമയം അവൻ്റെ കൂടെയുള്ള ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഒപ്പം കൂടുകയും സ്നേഹം, സൗഹൃദം എന്ന് പറയുന്നത് ഒരു അപകടം വരുമ്പോൾ ഒളിച്ചോടാനുള്ളതല്ല, മറിച്ച് ഒപ്പം കൂടെ നിർത്താനുള്ളതാണ് എന്ന സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. ഇതിലേതാണ്ട് മലയാള സിനിമയിലെ പ്രമുഖരായ ഏതാണ്ട് 14ഓളം ആൾക്കാരിൻ്റെ ഈ വ്യക്തികളിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഒരു സിനിമ ആദ്യമായിട്ട് ഒരു ബീജം ഉടലെടുക്കുന്ന എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ആദ്യം ഒരു സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സംവിധാനം. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാവുന്ന ഒരു വലിയൊരു യാത്രയുണ്ട്. പലപ്പോഴും യാത്ര പകുതി വെച്ച് നിന്ന് പോവും, യാത്രയിൽ തടസ്സങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട്. അങ്ങനെ ഒരു പൂർത്തീകരിക്കുന്ന ഒരു യാത്ര, ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായതാവുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് സന്തോഷമുണ്ടാകും. അതുപോലത്തെ ഒരു നിമിഷമാണ്, സന്തോഷമാണ്. ജൂനിയേഴ്സ് സംവിധായകൻ പറഞ്ഞല്ലോ, അതിൽ നായകനുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന. ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാനിതിൽ അഭിനയിക്കുന്നത്. കുറച്ച് തമാശ ഉണ്ടെങ്കിലും ഒരുപാട് വില്ലനിസൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ചെറിയ സിനിമകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന കാലത്ത് സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റ് വൈസ് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത്. അപ്പോൾ അത്തരത്തിലെ ഒരു കണ്ടൻറ്റുള്ളൊരു സിനിമയാണ്. ഒന്ന് ആദ്യത്തെ ഒരു പുഷപ്പിന് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ സഹായം വളരെയധികം സഹായിക്കും. അത്തരത്തിൽ ഒരു സഹകരണമാണ് നിർമ്മാതാക്കളും നമ്മൾ പങ്കെടുത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ അടുത്തൊരു മീറ്റിങ്ങിൽ ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചുകൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങളൊരു 100-something ക്രൂവിൻ്റെ ഒരു 30-35 ഡേയ്സ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു കുടുംബം പോലെ നിന്നുണ്ടാക്കിയ ഒരു എൻജോയ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവിയാണ് ജൂനിയേഴ്സ് ജേർണി. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഇനിയും ഹോപ്പ്ഫുള്ളി ഇങ്ങനെ കുറേ ഉണ്ടാവട്ടെ. ആൾക്കാരെയാണ്, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മേജർ ടൈമും സിനിമയിൽ കാണാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള പല ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് കാണുന്ന സാറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കൂടെയാണ്. കാരണം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പം അത് അഭിനയിച്ച് കഴിഞ്ഞു. എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വലിയ ഓർമ്മയില്ലത്. കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. ഷൂട്ടിംഗ് സമയമൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് റിലീസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇനി പ്രേക്ഷകരാണിത് കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലും അതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും വെയിറ്റിംഗ് ആണ് സിനിമ റിലീസാവാനായിട്ട്. താങ്ക് യു സോ മച്ച് സൗമ്യ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഹൃദയപൂർവ്വത്തിൻ്റെ വലിയൊരു സക്സസിന് ശേഷം ഒരുപാട് സിനിമകൾ വരുന്നു, മലയാള സിനിമയുടെ വലിയൊരു ഭാഗമാകുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ജൂനിയേഴ്സ് ജേർണിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഏട്ടൻ ഏതോ കോമഡി ഷോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ ഇതിലേക്ക് വിളിച്ചത്. അഭിനയിക്കാൻ വന്നപ്പോഴാണെങ്കിലും ആൻസൺ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിനയിക്കുമ്പം ഞാൻ ചെന്ന് ചോദിക്കും ഒന്നും കൂടെ ചെയ്യട്ടെ, ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തത് എങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ ഇനി അത് എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് ആൻസൺ മാഷ് നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു സിനിമയിൽ ആരൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ആൻസൺ മാഷിനാണ്. പിന്നെ അതുപോലെ തന്നെ സുനിലേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ അങ്ങനെയുള്ള ഒരു ജാടയും ഇല്ലാതെ നമ്മളെപ്പോലത്തെ ഒരാളായിട്ട് നിന്ന് അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പം ഞാൻ ഇവിടെ ഒരു ചാനലിൽ ഒരു കോമഡി ഷോയ്ക്ക് ഒരുപാട് പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം. കാരണം അത്രയ്ക്കും നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇപ്പം സുനിലേട്ടൻ, വിജയരാഘവൻ സാർ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ കൂടെ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവരെയും പോലെ ഞാനും വെയിറ്റിംഗ് ആണ് സിനിമ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ ഇത്ര പേരാണ് നമ്മുടെ ഇത് മാധ്യമങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളാണ് ശരിക്കും ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പം റിവ്യൂ കണ്ടിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പം നിങ്ങളെ ഭയങ്കരമായിട്ടും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് സ്വാധീനം കൊടുക്കുന്നുണ്ട്. നിങ്ങളപ്പം നല്ല സിനിമയാവട്ടെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശ്രദ്ധിക്കപ്പെടട്ടെ, ഇനിയും ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾ വരട്ടെ, സുനിലേട്ടൻ ഇതുപോലെ ഒരുപാട് സിനിമകൾ എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോമോൻ ജി. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ അത് ഞാൻ കാർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. മലയാളിയല്ല, തമിഴനാണ്. പകുതി മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് സുനേട്ടൻ വിളിച്ചിട്ട് ആണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഞാൻ 14 ദിവസം 15 ദിവസം എന്തോ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഇപ്പോൾ അടുത്ത ഏറ്റവും കൂടുതൽ മാസ് സീൻസ് ഉള്ളത്, ഹീറോയിനേക്കാളും മാസ് സീൻസ് എനിക്കാണ്. അത്രയ്ക്കുള്ളൊരു ബിൽഡപ്പ് ഉള്ളൊരു ക്യാരക്ടറാണ് കാർത്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടീം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ സിനിമ നന്നായി വരും. അതിലൊരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ചെറിയ സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നിങ്ങൾ ഓഡിയൻസ് കാണുക, നല്ല അഭിപ്രായം പറയുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ ടീംസിനും ഒരുപാട് നന്ദി. താങ്ക് യു. എന്തായാലും ഭാഗ്യത്തിന് 3-4 സിനിമയൊക്കെ ആയി. ഒരു സാഹിത്യകാരി എന്നൊരു ലേബലും ഉണ്ടായിരുന്നു. പിന്നെ ആൻസൺ മാഷിൻ്റെ ശിഷ്യത്വവും സ്വീകരിക്കണമായിരുന്നു. കാരണം എൻ്റെ ഒരു തിരക്കഥ എഴുതണമെന്നൊരു ആഗ്രഹമായിട്ട് നമ്മൾ പുലിമടയിലോട്ടാണ് വന്ന് കയറിയത്. അപ്പോഴാണ് ഇത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു വലിയ അധ്യായം തന്നെയാണ് എന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി ഞാനും തിരക്കഥ പൂർത്തിയാക്കി. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഫാമിലി പോലെ ആയിരുന്നു ഈ സിനിമയും അതിൻ്റെ പരിസരവും ഒക്കെ. എനിക്ക് ശൈശവത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിലായിരുന്നു എൻ്റെ അനുഭവം. പറഞ്ഞു കേട്ട അനുഭവങ്ങളല്ല നമുക്ക് സിനിമയിൽ നിന്ന് ലഭിച്ചത്. കാരണം യാതൊരുവിധ മോശം അനുഭവങ്ങളോ ആരിൽ നിന്നും ഒരു സങ്കടമോ ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഒരു കുടുംബം പോലെ കുറച്ച് ദിവസം, ഞാൻ വളരെ കുറച്ച് ഇതിലേ ഉള്ളൂ, നായകൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. എന്തായാലും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തുടക്കം നന്നായാൽ എന്നും എപ്പോഴും നന്നാവുമെന്നാണ്. എന്തായാലും മധുരിക്കുന്ന എന്നും ആദ്യത്തെ ഓർമ്മകളാണ്. അതാണ് എൻ്റെയും ജൂനിയേഴ്സ് ജെനിയുടെ ഓർമ്മകൾ. എന്തായാലും ഇവരോടൊപ്പം ഞാനും ഒരു ഭാഗമായതിൽ ഏറെ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ ഇവിടെ കാണാനും നിങ്ങളോടൊപ്പം ഇവിടെ ചെലവിടാനും പറ്റിയ നിമിഷങ്ങളിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷം. ആൻസൺ ആൻ്റണിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ടാവും. അദ്ദേഹം ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്നുള്ള നിലയിൽ ആ കഥ ഞാൻ കേട്ടു.
അതിനുശേഷം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് വൈസ് നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് ആ സിനിമ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മളെ സലോമി ചേച്ചിയും ജോണി ചേട്ടനെയും സമീപിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഇതിനൊരു വലിയ സന്ദേശം കൊടുക്കലാണോ സിനിമയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയ്ക്കും ഒരു സന്ദേശം ഉണ്ടാവും. ആ സിനിമ വളരെ ആസ്വാദികരമായി നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴും ഒരിക്കലും എന്താ പറയുക എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് കൂടി സിനിമയിലുണ്ട്. തന്നെയല്ല സ്റ്റോറിയിൽ വലിയ ട്വിസ്റ്റുകളുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മികച്ച തിരക്കഥ തന്നെയായിരിക്കും ഈ സിനിമ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളുടെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിൻ്റെ കൂടി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സെൻസറിൻ്റെ കൂടി ഒരു പേപ്പർ വരാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നമ്മളുടെ തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് ഈ സിനിമ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒട്ടേറെ തലങ്ങളിൽ, ഇത് പ്രൊഡക്ഷനിലാണെങ്കിലും പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എഡിറ്റർ വളരെ മികച്ച എഡിറ്ററായിട്ടുള്ള ശ്രീ ജോൺ കുട്ടിയാണ് നമ്മുടെ ഈ സിനിമയുടെ ചില പുലിമുരുകൻ്റെയും മാസ്റ്റർ പീസിൻ്റെയും മായാമോഹിനിയുടെയും ജയഹയുടെയും ഒക്കെ എഡിറ്ററായിട്ടുള്ള ജോൺ കുട്ടിയാണ് സിനിമയുടെ എഡിറ്റർ. ജയരാജ് സാറിൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനായിട്ടുള്ള ഷിനോപ് ടി ചാക്കോയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷജിത് തിക്കുടി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഈ സിനിമയുടെ PRO നമുക്കെല്ലാവർക്കും മലയാളത്തെ ഏറ്റവും പ്രിയപ്പെട്ട അയ്മനം സാജൻ എന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്ന അറിയാം. അദ്ദേഹത്തോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ ശ്രീ സൈനു ചാവക്കാടൻ ഈ സിനിമയുടെ ഏകദേശം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച സമയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സൈനു ചാവക്കാടൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഫിനിഷിംഗ് സമയത്ത് പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീല രമേഷ് ദൂരദർശനിലെ ന്യൂസ് റീഡറാണ്. ഒരു രണ്ടുപേരോടുള്ള നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് ഇത്രയും മാധ്യമങ്ങൾ, എനിക്ക് ഒരു 30-35ഓളം മാധ്യമങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. നിങ്ങളാണ് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാത്രം സൂചിപ്പിക്കാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവാം. താങ്ക് യു വെരി മച്ച്. ഖാദർക്ക ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു വിഷനും ഒരു എക്സ്പീരിയൻസും. താങ്ക് യു. സിനിമ എന്ന ഒരു മാധ്യമം ഇന്ന് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് പ്രധാനമായും വേണം. പക്ഷേ ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ എനർജി എന്താണെന്ന് ചോദിച്ചാൽ, 1-2 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് സുനിലേട്ടൻ്റെ പേര് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു എന്നെപ്പറ്റി ഒന്നും പറയരുത്, പക്ഷേ പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ വർക്കും കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് എടുക്കണമെന്ന് ഒരു അനുഭവം ഉള്ളതിൻ്റെ പേരിൽ പറയുകയാണ്. ഈ സിനിമയുടെ പേരിൽ സുനിലേട്ടന് വലിയൊരു സല്യൂട്ട് തന്നെ നൽകണം. പിന്നെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ലോയി സാറും എൻ്റെ ഗുരുനാഥനുമായ ലോയി സാറിൻ്റെ കൂടെ എല്ലാ സിനിമകളിലും വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ യാത്രയിൽ ഞാനും ഇതിൻ്റെ സംവിധായകനും രചയിതാവുമായ ആൻസേട്ടനും ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത്. അപ്പോൾ എനിക്ക് കിട്ടിയ 1-2 കഥാപാത്രത്തിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം ഈ സിനിമയിലേതാണ്. അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആൻസേട്ടനോട് നന്ദി പറയുന്നു. മനോഹരമായൊരു സിനിമയായിരിക്കും ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരിഷ മോഹൻ. സൈനു ചാവക്കാടൻ സാർ ഡയറക്റ്റ് ചെയ്ത ആക്ഷൻ ത്രില്ലർ മൂവി രഘുരാമിലെ നായികയായി ചെയ്തു. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു
ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സുനിൽ സർ. അവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ആൻസൺ ആൻ്റണി സർ ഡയറക്ഷൻ ചെയ്ത്, സുനിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത്, കോ പ്രൊഡ്യൂസേഴ്സ് സലോമി ജോണി, ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ ഈ ഒരു മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ഒരു മൂവി ഒരു വിജയമാകട്ടെ. താങ്ക് യു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. തുടക്കം മുതൽ നമ്മൾ ഈ പടം കാണുമ്പോൾ അറിയാൻ പറ്റും എന്തിനാണ് ചെറുപ്പക്കാരെ എന്തിനാണ് അനാവശ്യമായിട്ട് കുറ്റം പറയുന്നത്, അല്ല അവരിലേക്ക് എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നത്. അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യമില്ല, ചില സ്വാതന്ത്ര്യം, അല്ല അവരെ വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഇതിലും എനിക്ക് വേഷം നല്ലവരായ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ ഡയറക്ടർക്കും മറ്റുള്ള എല്ലാ ക്രൂവിനും നന്ദി.